ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കുർബാന എന്ന കൂദാശ. ഏറ്റവും വലിയ കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തില് ദൈവം നമ്മോട് അരുൾ ചെയ്യുന്നു, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. അത്ര വലിയ സ്നേഹമാണ് തന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആ തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതാണ്: ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്റെ ഏകജാതനെ അപ്പവും വീഞ്ഞുമായി നമുക്ക് നൽകാൻ തക്കവിധം. ആ സ്നേഹത്തിന്റെ മഹത്തായ കുദാശയാണ് കുർബാന എന്ന കുദാശ. ആ കുദാശയില് നമ്മൾ ഏറ്റവും ഭക്തിപൂർവം പങ്കുചേരണം. ആ കുർബാനയുടെ ആരംഭ ഭാഗം തന്നെ നോക്ക്, ആമുഖ ശുശ്രൂഷ. അത് യേശുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള ഒരു പാക്കേജാണ്. നമുക്കറിയാം, കുർബാന എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവം അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നതാണ്. ക്രിസ്തു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം. ഇത് അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നതാണ് വിശുദ്ധ കുർബാന. അതിന്റെ ആദ്യ ഭാഗമായി ആമുഖ ശുശ്രൂഷയില് യേശുവിന്റെ ജനനം നമ്മൾ ഓർത്തുകൊണ്ട് കുർബാന ആരംഭിക്കുന്നത്. അത്യുന്നതമാം സ്വർലോകത്തിൽ, ആ പാട്ട് പാടുമ്പോൾ യേശുവിന്റെ ജനന സമയത്ത് മാലാഖമാര് പാടിയ പാട്ട് പാടിക്കൊണ്ടാണ് നമ്മൾ യേശുവിന്റെ ജനനം ഓർക്കുക. അങ്ങനെയാണ് കുർബാന ആരംഭിക്കുന്നത് ആമുഖ ശുശ്രൂഷയില്. യേശുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ പുവർ. ഞാൻ സൂചിപ്പിക്കട്ടെ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ യേശുവിന് ജനിക്കാതെ നിവൃത്തിയില്ല. കാരണം യേശു പാവപ്പെട്ടവരോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അവിടെ ജനനം വരെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായിട്ടാണ്. സോ ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ പുവർ. അതാണ് നമ്മൾ ബേത്ലഹേത്തെ കാലിത്തൊഴുത്തില് നമ്മൾ ദർശിക്കുക. അപ്പൊ യേശുവിന്റെ ജനനം, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവം തന്റെ ഏകജാതനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഇറ്റ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് എമ്മാനുവേൽ. എമ്മാനുവേൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ദൈവം നമ്മോടുകൂടെ. ദൈവം ഇതാ നമ്മോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ, അതിന്റെ ആഘോഷമാണ്. ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്നത് ഞാൻ പറയാ 6 വിധത്തിലാണ്. ഒന്ന്, തിരുവചനം പറയുന്നുണ്ട്, ഞാനും നിങ്ങളൊക്കെ ദേവാലയങ്ങളാണ്. ദൈവം എന്നിൽ വസിക്കുന്നു, ദൈവം നിന്നിൽ വസിക്കുന്നു. നമ്മളൊക്കെ നടക്കുന്ന സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. അപ്പോൾ എന്നിൽ വസിക്കുന്ന ദൈവം. ഇനി ഈശോ പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യത്തിൽ ഞാനുണ്ടാകുമെന്ന്. സമൂഹത്തിൽ വസിക്കുന്ന ദൈവം. 2. 3, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. സഭയിൽ വസിക്കുന്ന ദൈവം. 3. ഇനി ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഇനി ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു അരുളി ചെയ്തുകൊണ്ട് തിരുവോസ്തിയിലും തിരുരക്തത്തിലും വസിക്കുന്ന ദൈവം. ഇനി എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറയുന്നുണ്ട്. പാവപ്പെട്ടവരിൽ അവശനിൽ വസിക്കുന്ന ദൈവം. ഞാൻ ആവർത്തിക്കട്ടെ, 6 വിധത്തിലുള്ള എമ്മാനുവേലിന്റെ ആഘോഷമാണ് കുർബാന. എന്നിൽ വസിക്കുന്ന ദൈവം, സമൂഹത്തിൽ വസിക്കുന്ന ദൈവം, സഭയിൽ വസിക്കുന്ന ദൈവം, ബൈബിളിൽ വസിക്കുന്ന ദൈവം, തിരുവോസ്തിയിൽ വസിക്കുന്ന ദൈവം, അവശരിൽ വസിക്കുന്ന ദൈവം. ഞാൻ ഒന്നൊരു അടിവരയിട്ട് പറയട്ടെ. അവശരെന്ന് പറയുമ്പോൾ ജാതി മത ഭേദമന്യേ ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ എമ്മാനുവേലിന്റെ സെലിബ്രേഷനാണ് യേശുവിന്റെ ജനന സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. ഇറ്റ്സ് ദ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ദ പുവർ. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. അങ്ങനെ യേശുവിന്റെ ജനന സമയത്ത് ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്ന ചിന്തയിലായിക്കൊണ്ട് നമ്മൾ ആമുഖ ശുശ്രൂഷയിൽ നോക്ക്, സങ്കീർത്തനം ആലപിക്കുമ്പോൾ ദൈവം ദാവീദ് ആടുകളെ പുൽത്തകടിൽ മേയിക്കാൻ വിട്ടിട്ട് ദൈവത്തിന്റെ പരിപാലനം ഓർത്ത് സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു. ആ ദാവീദിനോട് ചേർന്ന് എൻ്റെ ജീവിതത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ പരിപാലനം ഓർത്ത് നന്ദി പറയുന്ന സമയമാണ് അപ്പോൾ സങ്കീർത്തനം ആലപിക്കുമ്പോൾ. തുടർന്നാണ് നമുക്കറിയാം ഉത്ഥാനഗീതം വരുന്നുണ്ട്. അതോടെ ആമുഖ ശുശ്രൂഷ അവസാനിക്കുക.
യേശുവിന്റെ ഉത്ഥാനവും മരണശേഷമുള്ള എൻ്റെ ഉയർപ്പും ഓർക്കുന്ന സമയമാണത്. ഞാൻ അതാണ് പറഞ്ഞത്, കുർബാനയുടെ ആദ്യ ഭാഗം തന്നെ യേശുവിന്റെ ജനനം മുതൽ ഉത്ഥാനം വരെയുടെ ഒരു പാക്കേജ് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഭാഗം വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ആ ശുശ്രൂഷ ആരംഭിക്കുന്നത് നമുക്കറിയാം ക്രൈസ്തവ കീർത്തനം ആലപിച്ചുകൊണ്ടാ. ശബ്ദമുയർത്തി, സാധാരണ അതിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാം ഈ ഓർഗനിസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇടുമ്പോൾ കൊച്ചുകുട്ടികള് ശബ്ദമുയർത്തി പാടിയിടുക, അത് പാടുമ്പോൾ കൊച്ചുകുട്ടിയുടെ ഉടുപ്പൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്നതാണോ? ശരി, അതാണ് അവിടെ കറക്റ്റ് പോസ്. ആ കുട്ടികളുടെ പോസാ കറക്റ്റ് പോസ്. കാരണം അപ്പന്റെ വചനം കേൾക്കാൻ പോകുന്നതിലുള്ള ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടി പാടുന്ന പാട്ടാണത്. അവിടെ ത്രൈശുദ്ധ കീർത്തനം എന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ 3 വിശേഷണങ്ങള്, ബലവാനെ, അമർത്യനെ, സർവേശ, കണ്ടോ 3 വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുള്ളിച്ചാടി പാടുകയാണ്. ദേ അപ്പന്റെ വചനം കേൾക്കാൻ പോവാണ്, അപ്പന്റെ സംഭാഷണം കേൾക്കാൻ പോവാണ്. വചന ശുശ്രൂഷയിൽ യേശുവിന്റെ പരസ്യ ജീവിതം നമ്മൾ ഓർക്കുന്നു. ഇനിയും ഒരുക്ക ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ കർത്താവിന്റെ പീഡാസഹനവും മരണവും നമുക്കറിയാം. പീലാസയിൽ ഓസ്തി വെക്കുമ്പോൾ ഈശോയെ യൂതന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കാസയിൽ വീഞ്ഞൊഴിക്കുമ്പോൾ കർത്താവ് രക്തം ചിന്തുന്നു. കാസയിൽ 2 തുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം നമ്മെ സൂചിപ്പിക്കുന്നു, വീഞ്ഞ് ഈശോയെ സൂചിപ്പിക്കുന്നു. വീഞ്ഞും വെള്ളവും കൂടി കലർന്ന് ഞാനും യേശു ഒന്നായി ചേർന്ന് ബലിയർപ്പിക്കണമെന്ന സൂചനയാണത്. ഒപ്പം തന്നെ കർത്താവിന് തിരുവിലാവ് കൊന്നുകൊണ്ട് പിളർന്നപ്പോൾ അവിടുന്ന് രക്തവും വെള്ളം ഒഴുകിയതിനെ ഓർക്കുന്നു. ആ പീഡാനുപുരങ്ങളൊക്കെ ഓർക്കുന്ന സമയമാണ് ഒരുക്ക ശുശ്രൂഷയില്. കാസിയും വിലാസും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബലിപീഠത്തിന് നടുവിലേക്ക് വരുമ്പോൾ കാൽവരി കുന്നിലേക്ക് കുരിശു ചുമന്നു പോകുന്ന യേശുവിന്റെ പീഡാനുഭവ രംഗം. കാസിയും വിലാസും ഉയർത്തിക്കൊണ്ട് കാഴ്ചവെപ്പ് നടത്തുമ്പോൾ കർത്താവിന്റെ കുരിശുമരണം. കാസിയും വിലാസിയും ബലിപീഠത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ ബലിപീഠം കർത്താവിന്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. കാസിയും വിലാസിയും ബലിപീഠത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ കർത്താവിന്റെ മൃതശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ശോശപ്പ് കൊണ്ട് മൂടുമ്പോൾ കർത്താവിന്റെ കല്ലറവാതിൽ കല്ലുരുട്ടി മൂടുന്നു. കണ്ടോ, യേശുവിന്റെ പീഡാസഹന മരണ എല്ലാം ഓർക്കുന്ന സമയമാണ് ഒരുക്ക ശുശ്രൂഷ. ഇനിയും അനാഫ്രയിലേക്ക് വരുന്നു. അവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അധികം വിശദീകരിക്കുന്നില്ല. അവിടെ റൂഹാക്ഷണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും കർത്താവിന്റെ ശരീരരക്തമാക്കി മാറ്റുന്ന പ്രക്രിയ പൂർത്തീകരിക്കുന്ന നിമിഷങ്ങളാണത്. കുദാശവചനം ചെല്ലുമ്പോൾ ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. ശരീരരക്തവും വേർതിരിക്കുന്ന യേശുവിന്റെ മരണത്തെ വീണ്ടും ഓർക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇതാ ഈശോ ജീവനുള്ള ഉത്ഥിതനായി മാറുന്നു. യേശുവിന്റെ ഉത്ഥാന രംഗങ്ങൾ ഓർക്കുന്ന നിമിഷങ്ങള്. ഇത്രയും കഴിയുമ്പോൾ കുർബാനയില് നമ്മൾ പിന്നെ ഈശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കായി. ഇതെന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു നോക്കി കണ്ടു പോകുവിനെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വാങ്ങി ഭക്ഷിക്കുക, പാനം ചെയ്യുക. ഭക്ഷിക്കണം, കുടിക്കണം. ഈ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യേശു മൗനമായ ഭാഷയിൽ പറയുന്നുണ്ടാവും, നോക്ക് ഇവിടെ മാടുകൾക്ക് തീറ്റിയിട്ട് കൊടുക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് മാടുകൾ തിന്നുന്നത്. മക്കളെ, മാനവ മക്കളൊക്കെ എൻ്റെ ശരീരം തിന്ന് നിങ്ങൾ ശക്തിപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാതെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേൾക്കാൻ നമുക്ക് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ ഇതാ കർത്താവ് തന്റെ ശരീരവും രക്തവും തരുന്നു. ആ ശരീര രക്തം ഭക്ഷിക്കാനായിട്ട് പാനം ചെയ്യാനും നമ്മൾ ഒരുങ്ങുന്ന സമയമാണ് ഇനി. അനുരഞ്ജന ശുശ്രൂഷ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം. മനുഷ്യനുമായുള്ള അനുരഞ്ജനം. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്തപ്പോൾ തന്നോട് കരുണ തോന്നണമേ. ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന് മുറിവുളക്കുന്ന സമയം. ദൈവവുമായുള്ള അനുരഞ്ജനം, മനുഷ്യനുമായുള്ള അനുരഞ്ജനം. ഇത് സാധ്യമാകും. ഇതിന് നടുവിലാണ് വിഭജന ശുശ്രൂഷ. നമുക്കറിയാം, തിരുശരീരം 2ആയിട്ട് മുറിക്കുമ്പോൾ കർത്താവിന്റെ കുരിശുമരണം, തിരുരക്തത്തിൽ ശരീരം മുക്കുമ്പോൾ ശരീരരക്തവുമായുള്ള സംയോജനം, വിഭജിച്ച ഭാഗങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ യേശുവിന്റെ ഉത്ഥാനം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ കാണിക്കുന്നതല്ല, അടയാളങ്ങളല്ല, ആക്ച്വലി ടേക്കിംഗ് പ്ലേസ് ആണ്. അവിടെ കർത്താവിന്റെ മരണവും ഉത്ഥാനവും അടയാളങ്ങളിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ആ സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ കുർബാന എന്ന് പറഞ്ഞ എന്താ? അപ്പൊ ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്നു. എന്നിട്ട് പിന്നെയാണ് നമുക്ക് ദൈവൈക ശുശ്രൂഷയിൽ കുർബാന സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് സ്വർഗ്ഗസ്നായ പിതാവെന്ന് പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്കറിയാം, നഷ്ടപ്പെട്ട ദൈവമക്കളുടെ സ്ഥാനം പാപം മൂലം നഷ്ടപ്പെട്ടു. അതെല്ലാം അനുരഞ്ജന ശുശ്രൂഷയുടെ വീണ്ടെടുത്തുകൊണ്ട് ഞാനിതാ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. അപ്പ എന്ന് യോഗ്യതയോട് വിളിക്കുന്ന വിളിയാണ് ആ സ്വർഗ്ഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥന വിളിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഈശോയെ സ്വീകരിക്കുന്നു. ഇനി സമാപന ശുശ്രൂഷയിൽ ആശീർവദിച്ച് അയക്കുകയാണ്. എന്തിനെന്നറിയാവോ? നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം 24 മണിക്കൂറാ. 1 മണിക്കൂറല്ല, പള്ളിയിലത്തെ 1 മണിക്കൂറല്ല, 24 മണിക്കൂറാണ് നമ്മുടെ കുർബാനയുടെ ദൈർഘ്യം. ആദ്യത്തെ 1 മണിക്കൂർ കർത്താവ് ഈ അമ്മമാര് പിള്ളേരെ സ്കൂളിൽ വിടുന്നവണ വിളിച്ചു വരുത്തി
തൻ്റെ ശരീരവും രക്തവുമാകുന്ന ഭക്ഷണവും പാനീയവും കൊടുത്ത് ശക്തിപ്പെടുത്താൻ മസിൽ ഉറപ്പിക്കുകയാണ്. ഒരു ജോലിക്ക് വിടാനാ, ആ ജോലിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 10:25-37 നല്ല ശമറായന്റെ ഉപമ. ഇതിൽ അവസാനം പറയുന്നുണ്ട്, നീയും പോയി അതുപോലെ ചെയ്യുക. അതിനുവേണ്ടി ആശീർവദിച്ച് അയക്കുന്നത്. നല്ല ശമറായനെ പോലെ അവശരെ, ജാതിയും മതമൊന്നും നോക്കാതെ അവശത അനുഭവിക്കുന്നവനെ സഹായിക്കാനായിട്ട് നിന്നെ ശക്തിപ്പെടുത്തി, എൻ്റെ മാംസവും ശരീരവും തന്ന് ശക്തിപ്പെടുത്തി ഈശോ അനുഗ്രഹിച്ച് അയക്കുകയാണ്. അപ്പോൾ 23 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുർബാനയുടെ ഭാഗമാണ് രണ്ടാം ഭാഗം. എല്ലാം ചേർത്ത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബലി ജീവിതമാണ് ഞാൻ നയിക്കേണ്ടത്. നമ്മൾ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ നമുക്കറിയാം. എമ്മാവുസിലേക്ക് പോയപ്പോൾ വഴിക്ക് വെച്ച് ഈശോ അപ്പം മുറിച്ച് തൻ്റെ ശരീരം രക്തം കൊടുത്ത് അവർ ഭക്ഷിച്ചപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നത്, ഉത്തിതിനെ തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ ഈ കുർബാന സ്വീകരിച്ച്, യേശുവിന്റെ ശരീരം സ്വീകരിച്ച് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവശനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവന്റെ മുഖത്ത് ഉത്തിതനായ യേശുവിന്റെ മുഖം വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ദിവ്യ ഔഷധമാണ് കുർബാന എന്ന കൂദാശ. മറക്കരുത്, ഈ അവശരിലേക്കുള്ള തിരിച്ചല് ഉണ്ടാകണം. അവരെ സഹായിക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. അപ്പോഴാണ് ക്രൈസ്തവ ജീവിതമായി മാറുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും.